ക്രിസ്മസ്, ക്രിസ്തു ജനനം, അതൊരാഘോഷമാണ്. A wonderful time that fills memories with goodness and peace in mind. Frosty days and the ice-still nights, pine trees with tiny lights, holiness of the night mass, sweetness of the cake and gifts, sweet-voiced carols in the air, starry nights so still and blue, and most of all, in the city of David, it has been born for you, Savior, that's Christ the Lord. A time for loving, a time for giving, a time for forgiving, a time of gratitude, a time of believing, a time of magic, a time of peace. Yes, it's Christmas. മനനിരയിൽ അഴകായി തണുപേതിറങ്ങും അഴകിലകലെ ഗാനമായി കൺമണിയെ കാണാൻ താരാട്ടുപാടാൻ താരകം ചൊല്ലിയ ദേവകുമാരനെ വാഴ്ത്താം അണയും നിതാ കാഴ്ചയുമായി അകതാരിലാനന്ദമായി ഹിന്ദൂതരും മാനവരും ഒന്നായൊരു ഗാനമായി ഹല്ലേലൂയ ദാവീദിൻ ഉന്നതനെ ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനെ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനെ ഹല്ലേലൂയ 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 ദാവീദിൻ ഉന്നതനെ ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനെ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനെ ഹല്ലേലൂയ. ബത്ലഹേമിലെ ആ തണുപ്പുള്ള രാത്രിയിൽ ഉണ്ണീശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയും യൗസേപിതാവും യാത്രയിലായിരുന്നു. വിശ്രമിക്കാൻ ഒരിടം പോലും കിട്ടാതെ, ഒന്ന് കയറി കിടക്കാൻ ഒരു കൂട് പോലും ലഭിക്കാത്ത അവർക്ക് അഭയമായി തീർന്നത് ഒരു കാലിത്തൊഴുത്തായിരുന്നു. അന്ന് എളിമയുടെ ആ സന്ദേശം പിറവിയെടുത്തു. ഇവിടെ പാലായിൽ അതുപോലെ പിറവിയെടുത്ത ഒരു സ്നേഹത്തിൻ്റെ പുൽക്കൂടുണ്ട്, മരിയ സദനം. മണ്ണിരയിലാകുന്നുവോ പാരിലെ കൂരിരുൾ മായുന്നുവോ ആരിവൻ താതന്റെ പൊൻസുരരോ ഇരവിലകന്ന മനസ്സിലലിഞ്ഞ നിറഞ്ഞ ചിരിയുമായി കടനിറഞ്ഞൊരു കനവിലകമെ പകരും കനിവുമായി ഈരാവിൽ പൂജാലനായി സ്വർഗതാരം മാനവനായി മലനിരയിൽ അഴകായി തണുപേതിറങ്ങും അഴകിലകലെ ഗാനമായി കൺമണിയെ കാണാൻ താരാട്ടുപാടാൻ താരകം ചൊല്ലിയ ദേവകുമാരനെ വാഴ്ത്താം ഹല്ലേലൂയ ദാവീദിൻ ഉന്നതനെ ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനെ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ബെത്ലഹേമിലെ കാലിത്തൊഴുത്ത് ക്രിസ്തുവിന് ജനിക്കാനായിരുന്നെങ്കിൽ ഇവിടെ മരിയ സദനം അനേകർക്ക് ജീവിക്കാനും ജീവിതം തുടരാനുമുള്ള ഒരു കൂടാണ്. ദൈവപുത്രന് ജനിക്കാൻ പരിശുദ്ധ അമ്മയെയും യൗസേപിതാവിനെയും ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ ഇവിടെ ഈ മക്കൾക്ക് ഒരപ്പനായി അമ്മയായി നിൽക്കുന്ന 2 പേരുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം മിസ്റ്റർ സന്തോഷ് മരിയ സദനം ആൻഡ് മിസ്സസ് മിനി സന്തോഷ്. കുളിരുള്ള പുണ്യരാവിൽ പുൽക്കൂടു തീർക്കാം
ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ആ പ്രത്യാശയുടെ പൂർത്തീകരണമാണ് ക്രിസ്മസ്. ക്രിസ്മസ് ഒരു പ്രത്യാശയുടെ മാത്രമല്ല, ഒത്തിരി സ്നേഹത്തിൻ്റെ സന്ദേശം കൂടിയാണ് നമുക്ക് നൽകുന്നത്. ഈ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരിടം മരിയ സദനം. ഈ മരിയാസദനത്തിൻ്റെ സാരഥികളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സന്തോഷേട്ടാ, എന്താണ് ശരിക്കും ഈ മരിയാസദനം? എങ്ങനെയാണ് ചേട്ടൻ ഈ ഒരു മരിയാസദനത്തിലേക്ക് എത്തിച്ചേർന്നത്? ഞങ്ങൾക്കറിയാം ചേട്ടൻ്റെ ഒത്തിരി വർഷങ്ങളുടെ അനുഭവങ്ങളാണ് മരിയ സദനം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഈ മരിയ സദനത്തെ ഒന്ന് ചുരുക്കി പറയാമോ? വാസ്തവത്തിൽ ഇത് മരിയാസദനം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബമാണ്. കുടുംബം എന്ന് വെച്ചാൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു അവസ്ഥയാണ്. ഇവിടെ ഈ കൂട്ടുകുടുംബത്തിൽ ഞാനും മിനിയും അച്ഛനും അമ്മയുമായി നിൽക്കുമ്പോൾ കുഞ്ഞു മുതൽ 90 വയസ്സ് പ്രായമായ അപ്പച്ചൻ വരെയുള്ള ഒരു 470ഓളം ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മാനസിക വൈകല്യതയുള്ളവർ, വികലാംഗരായിട്ടുള്ളവർ, സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട്. കിടപ്പ് രോഗികളുണ്ട്, മരണാസന്നരായിട്ടുള്ളവരുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ ഇത് മരിയസൻ എന്നാന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. അതുപോലെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനുള്ളൊരു പദ്ധതിയാണ്. വാസ്തവത്തിൽ ആ ക്ഷേമ പദ്ധതിയുടെ ഭാഗമാണ് ഈ കാണുന്നതൊക്കെ. ഞാൻ ഒരു മരിയാസ്ഥാനം പോലെയുള്ളൊരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ നടത്താൻ പഠിപ്പോ പരിജ്ഞാനമോ സമ്പത്തോ ഉള്ള ഒരാളൊന്നുമല്ല. ഒരു സാധാരണ കുടുംബം, വളരെ നമ്മളൊക്കെ പറയുന്ന പോലെ യാദൃശ്ചികതയാണ് ജീവിതം. നമ്മൾ യാദൃശ്ചികം എന്ന് പറയുന്നത് ദൈവനിശ്ചയമാണ്. എത്രയോ ആളുകൾ ഓരോ ദിവസങ്ങളിൽ വികലാംഗരായി മാറുന്നു, എത്രയോ ആളുകൾ മാനസിക രോഗികളായിട്ട് വരുന്നു, എത്രയോ ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. അതാണ് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നൊക്കെ പ്ലാനുകളാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം ആളുകൾ മാനസിക വൈകല്യതയുള്ളവരായി അല്ലെങ്കിൽ വികലാംഗരായി സ്വജനങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവരായി കഴിഞ്ഞുകൂടുന്നതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ആരുടെ പാപം കൊണ്ടാണ്? ഇത് ആരുടെയും പാപമല്ല, മറിച്ച് നിനക്കിത് കൂടുതൽ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആ ഒരു സന്ദേശമാണ് ഈ മക്കൾ ലോകത്തിന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക്, നമ്മൾ സുസ്ഥിതിയിലായിരിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഇതുപോലെ വരാതിരിക്കാൻ സൂക്ഷിക്കാനുള്ളൊരു, ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു രോഗം. അതെ 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 ഒരു രോഗാവസ്ഥ എന്ന് പറയാം അല്ലേ? അതെ. അങ്ങനെയുള്ള കുറെ പേരെ ചേർത്ത് പിടിക്കുന്ന ഒരിടം എന്ന് പറയാം മരിയാസദനത്തിന്. തീർച്ചയായിട്ടും. ഈ ക്രിസ്മസ് കാലത്ത് ഏറ്റവും വലിയൊരു വിഷമം എന്ന് വെച്ചാൽ ആളുകൾ അഭയം തേടി വരുന്നവരോട് സ്ഥലമില്ല എന്ന് പറയുന്നത് ഒരു കുറ്റബോധമായിട്ട് തോന്നും. കാരണം ബേത്ലഹേമിൽ നമുക്കറിയാമല്ലോ, എത്രയോ സ്ഥലത്ത് യോസേപ്പിതാവും മാതാവും, അവരുടെ ആ യാത്രയിൽ യോസേപ്പിതാവും മാതാവും ആണെന്ന് അവർക്കൊന്നും അറിയത്തില്ല. ആയിരുന്നെങ്കിൽ നമ്മളെല്ലാവരും വീട് കൊടുക്കാൻ. അവർ തികച്ചും പരിത്യക്തരായി, സ്ഥലമില്ലാത്തവരായി, ഗർഭിണിയായ മാതാവിനെ കൊണ്ട് യോസേപ്പിതാവ് മുട്ടിയ വാതിലുകൾ. എപ്പോഴും അങ്ങനെ ഒരു ചിന്തയാണ്. ഒരാൾ ചോദിച്ചാൽ, ഇന്നും ഇവിടുത്തെ നമ്മുടെ പാലായിലെ MLA എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഒരാളെ എടുക്കാമോ? ഞാനൊരു കത്തുമായിട്ട് ആളെ വിടുന്നു എന്ന് പറയുമ്പോൾ എടുത്തു. ഇടമില്ല എന്ന് നമ്മൾ പറയാറില്ല, പറയുന്ന ഒരു വലിയൊരു വിഷമമാണ്. അപ്പോൾ ചേട്ടാ, ഈ മരിയാസദനം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം, എനിക്ക് തോന്നുന്നു അതിൽ നല്ലതായിട്ടൊരു കൂട്ടായ്മ, ഈ ഒരു കൂട്ടായ്മയുടെ തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം വാസ്തവത്തിൽ ഞാനായിട്ട് ഒരു സ്ഥാപനം അങ്ങ് തുടങ്ങിയതല്ല. ഇതിൻ്റെ പുറകിൽ ഒത്തിരി പേരുണ്ട്. മദർ തെരേസ, പി.യു. തോമസ് ചേട്ടൻ, അതുപോലെ ദിവരക്ഷാലയത്തിലെ ടോമി, ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്കൊരു ധാരണയോ ലക്ഷ്യമോ ഒന്നും എനിക്കില്ല. നമ്മൾ സാധാരണ ഒരു കുടുംബവും. വാസ്തവത്തിൽ ഈ അമ്മച്ചി ആദ്യമായിട്ട് പോട്ടയിലൊരു ധ്യാനത്തിന് കൊണ്ടുവന്നു. ഞാനതിന് ശേഷം ഒരു 10-18ഓളം ധ്യാനങ്ങൾ കൂടി. അത് കഴിഞ്ഞിട്ട് ധ്യാനത്തിൻ്റെയൊക്കെ അവസാനം സംഭവിച്ചത് ഒരു ഉപവാസ പ്രാർത്ഥനയാണ്. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലൊരു 60ഓളം ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ ഈ ധ്യാനം കൂടിയുമ്പോഴൊന്നും ഉപവസിക്കാറില്ല. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റെങ്കിലും ബാഗിൽ കാണും, ആരും കാണാതെ കഴിക്കും. വിശപ്പൊട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അങ്ങനെ പോയ ഞാൻ 3 ദിവസം പട്ടിണി ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണല്ലോ. അപ്പോൾ 3-ാം പക്കം വിചാരിച്ച് വലിയൊരു കാര്യം ചെയ്തല്ലോ. അപ്പം ആകാശപ്പറവുകളിലെ കുറ്റിക്കലച്ചൻ്റെ
സ്ഥാപകനായ കുറ്റിക്കിലച്ചൻ്റെ ശിഷ്യനായ സണ്ണിച്ചൻ അതിനകത്തുണ്ടായിരുന്നു. സണ്ണിച്ചൻ പറഞ്ഞു, മോൻ എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? അവന് വളരെ ഗംഭീരമാണ്, ഉപവാസ പ്രാർത്ഥനയെല്ലാം വളരെ നല്ല രീതിയിൽ കഴിയാണല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞ വാസ്തവത്തിൽ ഈ ഒരു വചന സന്ദേശം ബൈബിൾ തുറന്നെടുത്ത് വായിക്കാൻ പറഞ്ഞു. അപ്പം ഞാനെടുത്ത് അത് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം. അതിനകത്ത് തലക്കെട്ട് തന്നെ യഥാർത്ഥ ഉപവാസം എന്നാണ്. യഥാർത്ഥ ഉപവാസം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം ഏശയ്യാ പ്രവാചകനോട് പറയാണ്, ചാക്കൊടുത്ത് ചാരം വിതറി കിടക്കുന്ന വിശ്വാസികളോട് പറയാണ്, ആവുന്നത്ര ഉച്ചത്തിൽ അവരോട് പോയി പറയുക. ഇതാണോ യഥാർത്ഥ ഉപവാസം? വിശക്കുന്നവനുമായ ആഹാരം പങ്കുവയ്ക്കുന്നതും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുന്നതും നഗ്നനെ ഉടുപ്പിക്കുന്നതും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ല ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. അതൊന്ന് ചലഞ്ച് ചെയ്യുന്ന പോലെ തോന്നി. ഇത് പറയണം, വേറെ എന്തെങ്കിലും വേണേൽ പറയാം, സുവിശേഷം പറയാനെന്നുള്ള ധൈര്യമില്ലെന്ന്. പക്ഷെ ഏതായാലും ധൈര്യപൂർവ്വം ഞാനത് പറഞ്ഞു. നമ്മൾ ഈ ചെയ്യുന്നതല്ല ഉപവാസം. ഉപവസിക്കണം, പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏശയ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് നേരിട്ട് പറഞ്ഞ വാക്കാണ്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു, സ്വർഗത്തിലും വിശ്വസിക്കുന്നു. സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ ഏറ്റവും ചെറിയ ഈ സഹോദരന്, വിശക്കുന്നവന്, നഗ്നന്, കാരാഗ്രഹത്തിലെ രോഗി, ഇങ്ങനെ അവസ്ഥയിൽ കിടക്കുന്ന ആളുകൾക്കെല്ലാം സഹായം ചെയ്തെങ്കിൽ മാത്രമേ, അവരിൽ ക്രിസ്തുവിനെ കണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധിക്കുള്ളൂ. ഇത് പറഞ്ഞ വേറെ ആരുമല്ല, ഈശോ നേരിട്ട് പറഞ്ഞാണ്. അപ്പം അങ്ങനെയുള്ള വചനങ്ങൾ ചലഞ്ച് ചെയ്തപ്പോൾ ഞങ്ങൾ ഓർത്തുന്ന ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ വിശക്കുന്ന ആളുകളെ കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കാം. വിശക്കുന്നവരെ നമ്മുടെ അടുത്ത വീട്ടിൽ നമ്മൾ കഞ്ഞി വെക്കുന്നുണ്ട്, അടുത്ത വീടുകളിലുണ്ട്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ചിന്ത പോകുന്നത് ഭിക്ഷാടകരിലേക്കാണ്. അങ്ങനെ പാലാങ്ങാടിയിൽ ഭിക്ഷാടനം നടത്തുന്ന ആളുകളെ രാത്രി പോയി കണ്ട് ഈ 3 ദിവസത്തെ ഉപവാസം തിരിയുന്നതിന് മുമ്പ് അവരെ എല്ലാം കണ്ടിട്ട് സംസാരിച്ചു. അപ്പോൾ ആരും വരാൻ താല്പര്യമില്ല. അവർ പറയുന്നത് പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്, ശനിയാഴ്ച ഭിക്ഷാടനത്തിൻ്റെ ദിവസമാണ്, എന്നാലും അവർക്ക് ആവശ്യത്തിന് പൈസ കിട്ടും. പിന്നെ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒട്ടും വരികയില്ല. പിന്നെ അവസാനം 2ാം വട്ടം ഞാൻ വീണ്ടും ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് വീണ്ടും ഒരു ധൈര്യപൂർവ്വം കഴിയുന്നു. അതായത് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ വചനത്തിൽ തന്നെ, കർത്താവ് തന്നെ പറഞ്ഞത് സ്വർഗരാജ്യം ബലവാനുള്ളതാണ്. ബലം പിടിക്കുന്നവനെ ഈ തിരക്കുള്ള ബസ്സാ ചാടി കയറുന്ന പോലെയൊക്കെ ഈ വചനം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും ചെന്നു, വീണ്ടും പോയി ഒരു മനുഷ്യനെ കണ്ടു. അയാളുടെ കൂട്ടത്തിൽ കുറ്റിക്കിലച്ചനൊക്കെ പറഞ്ഞ പോലെ അയാളുടെ പഴയ ഒരു സാധനം വിരിച്ചിട്ടിരിക്കുന്ന ഒരു ചാക്ക് പോലെ തരൂ, അതിൽ ഞാൻ പോയി ഇരുന്ന് അയാളിൽ ഒരാളെ പോലെ ആയി. കുറേ നേരം സംസാരിച്ച് അന്നേരം അമ്മാവൻ പറയുന്നത് വരാൻ സാധ്യതയില്ല, ഞാൻ വേണമെങ്കിൽ വരാം. ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, ഭിക്ഷാടനം നടത്തി കിട്ടുന്ന എത്ര രൂപയാണ്? 250 രൂപയാണ്. എന്നാ പൈസ ഞാനങ്ങ് തരാം, ഒരു 4 പേര് വന്നാൽ മതി. അപ്പോൾ 1000 രൂപയും കൂടെ കരുതിയാൽ മതിയല്ലോ. ഞങ്ങൾ രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ടൗണിൽ ചെല്ലുമ്പം 60ഓളം മനുഷ്യർ അവിടെ നിൽപ്പുണ്ട്. 250 രൂപ കിട്ടുക എന്നുള്ളതാണ് അവർക്ക്, അല്ലാതെ ഇത് ശുശ്രൂഷയെ കൂടാനോ ഒന്നും അല്ലായിരുന്നു. പക്ഷെ അവരത്രയും പേര് വന്നു, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവരുടെ മുടി വെട്ടി. അപ്പോൾ വീണ്ടും സണ്ണിച്ചൻ്റെ അടുത്ത ചോദ്യമാണ്, എങ്ങനെയുണ്ട് പരിപാടി? നമ്മൾ ഗംഭീരം. 60 യാചകരെ അവർക്ക് ഭക്ഷണം കൊടുത്തു, അതിൽ കുറേ ആളുകളെ കുളിപ്പിച്ചു, കുറേ നല്ല വസ്ത്രങ്ങൾ കൊടുത്തു. ഇത് പരം ഒരു ഇതുണ്ടാകാനുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. പണ്ട് ഈശോ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുന്നതല്ല ഈശോയ്ക്ക് ഇഷ്ടം. അവരിൽ വസിക്കുന്ന ഈശോയെ നീ കണ്ടോ, നിന്നിൽ വസിക്കുന്ന ക്രിസ്തുവിനെ അവർ തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് രണ്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരാരും ഈ പറയുന്നവരല്ല, തച്ചിന് വന്നവരാണല്ലോ. അന്നേരം സണ്ണിച്ചൻ പറഞ്ഞത്, ഇവരുടെ പാദങ്ങൾ ചുംബിക്കണം, അവരെ കെട്ടിപ്പിടിക്കണം. ഫ്രാൻസിസിലെ അസീസി കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് ഈശോയെ കണ്ടത് ആ മനുഷ്യരിൽ. ഞാൻ പറഞ്ഞു, സണ്ണിച്ച അങ്ങനെ സ്വർഗത്തിൽ പോകാൻ വലിയ ഉദ്ദേശമില്ല. കാരണം വന്നിരിക്കുന്നവർ മാനസിക രോഗികളുണ്ട്, കുഷ്ഠരോഗികളുണ്ട്, അന്യ സംസ്ഥാനക്കാരുണ്ട്. എനിക്കത് പറ്റിയാലെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു യാന്ത്രികമായൊരു തോന്നൽ, ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ഞാൻ എല്ലാവരെയും വട്ടത്തിൽ നിർത്തി കണ്ണടച്ച്, നമ്മൾ പ്രാർത്ഥനക്കാർ ചെയ്യുന്ന പോലെ കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ആരും നോക്കിയല്ലോ. അപ്പോൾ എല്ലാവരും കണ്ണടച്ച് നിന്നപ്പോൾ ഞാൻ പതുക്കെ ഈ ഒരു ഫസ്റ്റ് നിൽക്കുന്ന ആളിനെ കണ്ടാൽ ഞാൻ ഞെട്ടിപ്പോയി. അയാൾ രാം സിംഗ് എന്ന് പറഞ്ഞ അയാളുടെ പേര്. അയാളൊരു കുഷ്ഠരോഗിയാണ്. പക്ഷെ ഞാനത് എങ്ങനെയോ ആ ഒരു നിമിഷത്തിൽ അയാളുടെ മുൻപിൽ മുട്ടുകുത്തി ഞാൻ അയാളെ കെട്ടിപ്പിടിച്ചു. അയാളുടെ പാദങ്ങൾ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചപ്പോൾ ആ മനുഷ്യൻ എന്നെ വിളിച്ചത് ആണ്ടവർ യേശുവേ സ്തോത്രിപ്പൻ എന്ന് എന്നെ വിളിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങിയതാണ്. പക്ഷെ അത് കഴിഞ്ഞ് എല്ലാവരും പോയി.
പോകാൻ നിന്നവരോട് ചോദിച്ചപ്പോൾ ആർക്കും പൈസയൊന്നും വേണ്ട. അവർ പോകാൻ നേരം പറഞ്ഞതാണ്, ഇനി ഏതെങ്കിലും സന്ദർഭങ്ങളിൽ വിളിക്കുന്നത് ഞങ്ങൾ ഉറപ്പായിട്ടും വരും. ഞങ്ങൾക്ക് കിട്ടാത്ത എന്തോ ഒന്ന്, ആ ഒന്നാണ് മരിയസ്ഥാനത്തിൻ്റെ പുറകിൽ മുഴുവൻ നിൽക്കുന്ന ദൈവം സ്നേഹമാകുന്നു എന്ന് യോഹന്നാൻ സ്ലീഹ പഠിപ്പിച്ച ആ സ്നേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയാണ്. ശരിക്കും ചേട്ടനെ വളരെ മനോഹരമായിട്ട് തമ്പുരാൻ ഒരുക്കുമായിരുന്നു തോന്നുന്നല്ലേ. ആ ഒരു പ്രവൃത്തി എനിക്ക് തോന്നുന്നു ഈ ഐസ് ബ്രേക്കിംഗ് എന്നൊക്കെ പറയത്തില്ലേ, ഒരു സ്റ്റാർട്ടിങ് ട്രബിള്, ആ ഒരു പ്രവൃത്തിയിലൂടെ തമ്പുരാൻ അങ്ങ് തള്ളിയിടുമായിരുന്നു ഇതിനകത്തോട്ടല്ലേ. അതിനൊക്കെ അപ്പുറേ ഉപവാസത്തിൻ്റെ അർത്ഥം അല്ലേ, യഥാർത്ഥ ഉപവാസം എന്നത് ചേട്ടൻ തിരിച്ചറിഞ്ഞെടുത്തു നിന്നാണ് മരിയസദനം തുടങ്ങിയത്. ഓക്കെ, ആദ്യമായിട്ട് ഈ മരിയസദനത്തിലേക്ക് വന്ന് നിങ്ങളുടെ കൂടെ താമസിച്ച ആ വ്യക്തിയെ ചേട്ടൻ എങ്ങനെയാണ് ഓർക്കുന്നത്? ഞങ്ങൾ വീണ്ടും ഈ ഉപവാസ പ്രാർത്ഥന തുടർന്നു. ഒരു 3-4 തവണ കൂടെ നടന്നിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന തോമസ് ചേട്ടനുണ്ട്. വഴി നടക്കുന്ന ഭിക്ഷാടകരെ കൊണ്ടിരുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ മുടിയെല്ലാം വെട്ടുന്നു, തിരിച്ചു വിടുന്നു. അപ്പോൾ അതിലൊരാൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ഈ മുടിയും താടിയും എല്ലാം പഠിച്ചിട്ട് കുളിപ്പിച്ച് നല്ല പ്രേം നസീറിനെ പോലെ പൊടിമീശയൊക്കെ വെച്ച് വിട്ടാൽ എനിക്ക് ആര് ചെലവിന് തരും? പക്ഷെ കുറച്ചുകൂടെ കടുപ്പപ്പെട്ടൊരു ഭാഷയിലാണ് പുള്ളി ചോദിച്ചത്. അതൊരു സത്യമാണ്. ആവശ്യക്കാരൻ വാസ്തവത്തിൽ അഭിനയിക്കണം. അഭിനയിക്കുന്നവർക്ക് മാത്രമേ സാമ്പത്തികം മനുഷ്യരിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കൂ. പക്ഷെ അതിനപ്പുറത്ത് മറ്റൊരു വശമുണ്ട്. ദൈവം തരുമെന്ന് വിശ്വസിച്ചാൽ ദൈവം തരും. അത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തോമസ് ചേട്ടൻ എന്നോട് ചോദിച്ചു, 4-ാം തവണ എന്നൊന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു, വരാം, പക്ഷേ കിടക്കാൻ സ്ഥലം തരാമെങ്കിൽ വരാം. നമ്മൾ കുറച്ച് ഗൗരവമായിട്ട് എടുത്താൽ, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരനെ നീ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ്. ഞാൻ മിനിയോട് അന്ന് ചോദിച്ചു, മിനി ഇങ്ങനെ ഈ തോമസ് ചേട്ടൻ ഈശോ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ നിർത്തുമോ? ഈശോ തോമസ് ചേട്ടൻ രൂപത്തിൽ വന്നിട്ട് നമ്മളോട് ചോദിക്കുക വീട്ടിൽ കിടക്കട്ടെ എന്ന് ചോദിച്ചാൽ പറ്റിയെന്ന് പറയാൻ പറ്റുമോ? അല്ലെ പിന്നെ എന്നാ വിശ്വാസം നമുക്ക്? അപ്പം ആ ഒരു ചോദ്യത്തിൽ മിനി വീണു. അതായിരുന്നു വാസ്തവത്തിൽ തോമസ് ചേട്ടനെ വീട്ടിലെടുത്തുകൊണ്ട് തോമസ് ചേട്ടനെ കിടത്തിയത് ഞങ്ങളുടെ വീടിനകത്ത് തന്നെയാണ്. വരാന്തയിലല്ല, ചാക്കയിലും ഒന്നുമല്ല. അച്ചാച്ചൻ വീട്ടിൽ കിടക്കുന്ന കട്ടിലല്ലേ, അമ്മച്ചി വന്നാൽ കിടക്കുന്ന കട്ടിലല്ലേ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനത്തിൽ വിശ്വസിച്ച് ഒരാളെ സ്വീകരിക്കുകയാണെങ്കിൽ അയാൾ ആരായിരിക്കും? എൻ്റെ സംരക്ഷകനും അന്നദാതാവും രക്ഷകനുമായിരിക്കും. ആ രക്ഷകനാണ് 25 വർഷം ഇപ്പം ഈ കസേരയിൽ എത്തി നിങ്ങളോട് സംസാരിക്കും. ചേട്ടനെ അതിൻ്റെ ഇടയ്ക്ക് മിനി എന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ചേട്ടൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ എൻ്റെ ജീവിതം മൊത്തം ഇരുട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു തിരിനാളമായിട്ട് വന്ന ഒരാളാണ് മിനി. ഇനി ബാക്കി ചേട്ടൻ പറഞ്ഞു. മിനിയുടെ വരവ് വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായി. കാരണം സാധാരണ ഞാൻ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പോകാറുണ്ട്. ഇവിടെയും ഒരുപാട് ബ്രോക്കൺ ഫാമിലീസ് ഉണ്ട്. അച്ഛനെല്ലാ അമ്മയും കുഞ്ഞുമായിട്ട് വരുന്നവരും, ഭർത്താവിന് അസുഖം വന്നിട്ട് ഭാര്യ ഇട്ടിട്ട് പോകുന്നവരും, അപ്പനെ ഉപേക്ഷിക്കുന്നവരും, ഇങ്ങനെയൊക്കെ നമ്മളെല്ലാം കാണുന്നതാണ്. പക്ഷെ അത് വാസ്തവത്തിൽ ആ ഒരു ശരിക്കും പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണല്ലോ. ആ സ്നേഹം എനിക്കങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ധാരണ ഈ കാര്യത്തിലെല്ലാം ഉള്ളതുകൊണ്ട്, ധാരണ ചർച്ച ചെയ്തിട്ടുള്ള ധാരണയൊന്നുമില്ല. ഞാൻ എന്ത് തീരുമാനം എടുത്താലും എൻ്റെ കൂടെ നിൽക്കും. അത് അതാണ് മിനി ചേച്ചി. ചേട്ടൻ മിനി ചേച്ചിയെ കുറിച്ച് വാദോരാതെ പറഞ്ഞു തീർന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു സംശയമുണ്ട്. കാര്യം ഒരു പെൺകുട്ടി ഒരു വിവാഹത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ടാകും. എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കണം, മക്കള് ഇങ്ങനെ എന്നൊക്കെ. ഇതൊക്കെ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ് മാറി പറയുന്നത്. അതിനൊക്കെ പറയാൻ ചേച്ചി എടുത്തൊരു ധൈര്യമാണോ എനിക്കറിയില്ല. ചേച്ചിയുടെ ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് എന്താണ് ആ സമയത്ത് എന്നുള്ളത്. എങ്ങനെയാണ് ചേച്ചിക്ക് ഈ ഒരു കാര്യത്തിനോട് സന്തോഷേട്ടൻ ചോദിക്കുമ്പോൾ ഓക്കെ പറയാനും, ഇങ്ങനെ വീട്ടിലേക്ക് തന്നെ, കാര്യം മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ആ വീട്ടിലേക്ക് ആ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരാനും ഒക്കെ തോന്നിയത് എങ്ങനെയാ? ചേച്ചിയുടെ ഉള്ളിലുള്ളൊരു കാര്യങ്ങളൊന്ന് പറയാമോ? ചേച്ചി ചിലപ്പോൾ ഒരു വേണ്ട, അല്ലെങ്കിൽ ഇത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ മരിയസദനം ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല അല്ലേ? അപ്പോൾ ചേച്ചിയുടെ ഒരു വലിയ യെസ് ആണ് ഇന്നത്തെ ചരിത്രമായി മാറിയത്. എന്നോടിങ്ങനെ ചോദിച്ചു എങ്ങനെയാന്ന് പറയുമ്പോൾ എന്നാണോ ദൈവം എന്നെ ഇങ്ങനെ തോന്നിപ്പിച്ചതാണ് ഞാനങ്ങ് സമ്മതിച്ചു. കാരണം മറുത്തൊരു വാക്ക് പറയാൻ എനിക്ക് തോന്നിയില്ല. എനിക്കൊന്ന് ചേട്ടൻ ഇട്ട് പൂട്ടിയും തോന്നുന്നു ആ ക്വസ്റ്റ്യനില്.
പക്ഷെ ആ ഒരു ചോദ്യം ചോദിച്ചു, ഒരാളെ കൊണ്ടുവന്നു. പക്ഷെ പിന്നീട് ആൾക്കാർ കൂടിക്കൂടി വന്നു. നിങ്ങൾക്കൊരു പ്രൈവസി ഒക്കെ വേണമെന്നോ, അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് ആൾക്കാരൊക്കെ ആദ്യം തന്നെ. അപ്പം ചേച്ചിക്ക് അപ്പോഴൊന്നും ഈ ഒരു നോ പറയാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? ഒരിക്കലും അങ്ങനെ എനിക്കറിയത്തില്ല, ദൈവം എന്നെ കൊണ്ട് അങ്ങനെ തോന്നിച്ചില്ല. അതുകൊണ്ടാണ് പിന്നെ തുടർന്ന് പോകാൻ ഇവിടം വരെ എത്തിയതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ എല്ലാവരും പറയും പിള്ളേരെ ഉണ്ടെങ്കിൽ പിള്ളേരെ ഉപദ്രവിക്കും, നിങ്ങൾ എവിടെയെങ്കിലും മാറി താമസിക്കണം, ഈ കൂട്ടത്തിൽ താമസിക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് വരെ എൻ്റെ പിള്ളേർക്ക് ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. എൻ്റെ പിള്ളേരെ ഇവർ നോക്കിയിട്ടേ ഉള്ളൂ. അതെ, ഞാനത് സന്തോഷേട്ടൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം മിനിച്ചേച്ചി എന്ത് ധൈര്യപ്പെട്ടിട്ടാണ് ഇവരുടെ എല്ലാം കയ്യിൽ കുഞ്ഞുങ്ങളെ കൊടുത്ത. കാര്യം 92 കല്യാണം കഴിഞ്ഞു, ആദ്യത്തെ ആളുണ്ടാവുന്നത് 93 ഉണ്ടാവുന്നു, 5 മക്കള്. അപ്പൊ ഇവരെല്ലാരെയും ഈ ഒരു കൂടെ തന്നെ വളരുന്നു. അവരുടെ കയ്യിൽ ഈ മക്കളെ ഇങ്ങനെയുള്ള രോഗികളുടെ കയ്യിലേക്ക് പോലും ചേച്ചി വെച്ചു കൊടുക്കുന്നു. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചേച്ചി ഭയങ്കര വലിയൊരു കാര്യമാണ്. എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നിയത്? ചേച്ചി പറയുമ്പോൾ ശരിയാ, ദൈവം തോന്നിപ്പിച്ചതായിരിക്കാം എന്ന് പറയുന്നു. പക്ഷെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളായതല്ല. അതെന്താ പറയുക, ഒരു അമ്മയായിരിക്കുമ്പോൾ, ഞങ്ങൾ രണ്ടും അമ്മമാരാണ്. അപ്പോൾ അമ്മയായിരിക്കുമ്പോൾ മക്കളുടെ കാര്യത്തിൽ നമ്മൾ സ്വാർത്ഥരാണ് അല്ലേ, ഒരു പരിധി വരെ നമ്മൾ സ്വാർത്ഥരാണ്. ആ സ്വാർത്ഥത മിനിച്ചേച്ചിയിൽ ഒരു ലേശം പോലും കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാ? പിള്ളേരുടെ കൂടത്തിൽ നിൽക്കുമ്പം അവർക്ക് ഒരു പുതിയൊരു ജീവൻ കിട്ടുവാണ്. കാരണം അവരുടെ കുടുംബത്തിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടു പോയി. അപ്പം ഞങ്ങളെ അപ്പനും അമ്മയായിട്ട് അവർ കാണുന്നു, ഞങ്ങളുടെ മക്കളെ അവരും അവരുടെ മക്കളായിട്ട് കാണുന്നു. അവർക്കതൊരു സന്തോഷം. എനിക്ക് തോന്നുന്നു അവരുടെയും കൂടെ അവരുടെ ഉള്ളിലെ എല്ലാം ചേച്ചി ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാന്ന് തോന്നുന്നു ചേച്ചിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. അവരുടെ ഉള്ളിലൂടെ എന്തൊക്കെയാ പോകുന്നതെന്നുള്ളതാണ് ചേച്ചി കൂടുതൽ കൺസേൺ എടുക്കുന്നത്. അതിന് ഈ ഒരു ഫാമിലി പിക്ചർ കംപ്ലീറ്റ് അല്ലല്ലോ, ഒട്ടും തന്നെ കംപ്ലീറ്റ് അല്ല. അപ്പം സന്തോഷേട്ടൻ പറഞ്ഞു സന്തോഷേട്ടൻ്റെ ജീവിതത്തിൽ ഒരു തിരുവട്ടം പോലെയാണ് മിനി ചേച്ചിനെ കിട്ടിയതെന്നുള്ളത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് കിട്ടിയ ഒരു 5 മണിമുത്തുകളുണ്ട് അല്ലേ, 5 പെൺമക്കൾ. അതിൽ മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞു, അപ്പം അവർക്കും ഒരു കുഞ്ഞും കൂടെ ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ 7 പേരായി. അപ്പോൾ അവരും കൂടെ വന്നിരുന്നാൽ മാത്രമേ ഈ ഒരു ഫാമിലി പിക്ചർ, ഈ ഒരു കോളം തികയുള്ളൂ. നമുക്ക് അവരെ കൂടെ വിളിക്കാം അല്ലേ ഏട്ടാ? ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് 5 മക്കളെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ഈ 5 പേരും ഇങ്ങനെ നിരനിരയായിട്ട് വന്നിരിക്കുമ്പോൾ സന്തോഷേട്ടൻ്റെയും മിനിച്ചേച്ചിയുടെ മുഖത്ത് ഭയങ്കര ഒരു അഭിമാനമോ സന്തോഷം എന്തൊക്കെയോ കാണുന്നു. സന്തോഷം നിറഞ്ഞു നിൽക്കുക അല്ലെ, സന്തോഷേട്ടൻ്റെ മുഖത്ത് ഫുൾ സന്തോഷമാണ്, ഫുൾ ട്യൂബ്ലൈറ്റ് ഇട്ട പോലെ. ഒരു വലിയ കാര്യമാണ്. ലളിതമായിട്ട് ഞാൻ ചോദിക്കാം, ശരിക്കും നിങ്ങൾക്ക് മരിയസാദനത്തിലേക്കാണ് നിങ്ങൾ ജനിച്ചു വീണതല്ലേ? എല്ലാവരും തന്നെ മരിയസാദനം കണ്ടാണ് വളർന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മരിയസാദനം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമൊന്നും ആയിരിക്കില്ല. പക്ഷേ മരിയസാദനത്തിന് പുറത്തേക്ക് നിങ്ങൾ പോകുന്നത് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴാണ്. അപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ലോകം ഇച്ചിരി വ്യത്യാസമുള്ളതാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നി തുടങ്ങിയത് ഒരു പക്ഷേ. അപ്പോൾ അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തേ? ഇപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങളുണ്ടായപ്പോൾ തൊട്ട് മരിയസാദനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പം ഇവിടെയുള്ള ചേച്ചിമാരും ചേട്ടന്മാരും അവരെ ഞങ്ങളുടെ സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ആണെങ്കിലും അവർ ഞങ്ങളെ നോക്കി നിൽക്കും. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് ചോദിച്ചറിയും. അതുപോലെ തന്നെ ഇതിലുള്ളിലുണ്ടായിരുന്ന ഒരു ചേച്ചി തന്നെയായിരുന്നു ഞങ്ങൾക്ക് ട്യൂഷനൊക്കെ എടുത്ത് തന്നുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ വരുന്ന ഫാമിലി വ്യത്യാസമാണെന്നുള്ളത്. കാരണം ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്കിവിടെ. അപ്പം കൂട്ടുകാരുടെയൊക്കെ വീട്ടിലെ വിശേഷങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്. കാരണം ഒത്തിരി ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാനും, പിന്നെ പപ്പ ടീച്ചേഴ്സിനൊക്കെ മരിയസാദനം സന്തോഷിൻ്റെ മകള് എന്നുള്ള പ്രത്യേക പരിഗണന ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഇതിൻ്റെ പേരിൽ ഞങ്ങളെ മാറ്റി നിർത്തുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ ഞങ്ങളെ ഭയങ്കര കാര്യമായിരുന്നു. എല്ലാവരുടെയും അനുഭവം അങ്ങനെയൊക്കെ തന്നെയാന്ന് തോന്നുന്നല്ലേ? എല്ലാവർക്കും സെയിം അനുഭവം തന്നെ.
എനിക്ക് തോന്നുന്നു സന്തോഷേട്ടന് കിട്ടിയ ഒരു ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് ചേട്ടൻ പറയുന്ന ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ മക്കള് പക്ഷേ ഒത്തിരി പ്രിവിലേജ്ഡ് ആയിട്ടാണ് വളർന്നത്. അത് ദൈവാനുഗ്രഹം തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം എല്ലാ വഴികളിലും കർത്താവ് അതുപോലെ കൊണ്ടുനടന്നു എന്ന് തോന്നുന്നു. ഇവരുടെ ഒരു സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടം എല്ലാം ഒരു പരിപാലനയുടെ ഭാഗമായിരുന്നു എന്ന് തോന്നുന്നല്ലേ? എനിക്ക് ഏറെ സന്തോഷം തോന്നിയത് ഇവരുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴാണ്. കാരണം എൻ്റെ കൂട്ടുകാർ തന്നെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി താമസിക്കുക, ഇതിനകത്ത് താമസിച്ച് പിള്ളേരെ വളർത്തരുത്. അതൊരിക്കലും ആരോഗ്യപരമായിട്ട് നല്ലതല്ല, മാനസികപരമായിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മാനസികമായിട്ട് വളരെ വയലൻ്റായ രോഗികളെ പോലീസ് കൊണ്ടിരുന്നു, അവരെ ഒറ്റമുറികളിൽ താമസിപ്പിക്കേണ്ട സാഹചര്യം വരുന്നു, അവർ തമ്മിൽ അടിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ഇതിനിടയിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കൊരു ഈ ക്രിസ്മസ് ആകുമ്പോഴേക്കും 1 വർഷമായുള്ളൂ ശരിക്കൊരു വീടുണ്ടായിട്ട്. പല സമയങ്ങളിലും ആലോചിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും പോയി വേറെ വീട്. ഒരിക്കൽ ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ഇട്ടു, ഞങ്ങളൊരു വാടകയ്ക്കൊരു വീടെടുത്തിട്ട് ഒരാഴ്ച താമസിക്കാം, കഞ്ഞിയും കറിയൊക്കെ വെച്ച് ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ, ബഹളങ്ങളില്ലാതെ. പക്ഷെ പിന്നീട് അതിനകത്തുനിന്ന് ഇവർക്കും വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ പോകാൻ. ഇവിടെ തന്നെ നിൽക്കുന്നതാണ് സന്തോഷം. പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നതാണ്, വലുതായി കഴിയുമ്പം അപ്പൻ ചെയ്ത പണി ഇതാണ് എന്ന് പറയുമ്പോൾ ഒരു നാണക്കേട്. ഒന്നാമതെ മാനസിക രോഗമുള്ള ആളുകളെ വിളിക്കുന്ന പേരുകളൊക്കെ വളരെ, ഞാനതിനൊക്കെ പ്രതികരിക്കാറുണ്ട്. ചില ചാനലുകാരോട് വഴക്കുണ്ടാക്കിയിട്ട് വരും, അപ്പം സ്പോട്ടിൽ വിളിച്ചാൽ പറഞ്ഞിട്ട് ഇങ്ങനെ പറയരുത്. കാരണം ഇവരെല്ലാവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. അസാധാരണത്വം എന്ന് പറയുന്നത് ശരി, പക്ഷെ നമുക്കറിയാം, തിരിച്ച് ചിന്തിക്കുന്നവർക്കാണുള്ളത്. ഇതൊരു ഭ്രഷ്ട അല്ലെ സ്റ്റിഗ്മ എന്നൊക്കെ പറയും. കുഷ്ഠരോഗി നഗരത്തിൻ്റെ വെളിയിൽ താമസിക്കണം, മാനസിക രോഗി അടച്ചുപൂട്ടിയ അവസ്ഥ കിടക്കണം. പക്ഷെ നമ്മളിവിടെ കാണുന്നത് അതല്ല. ഒപ്പം മക്കളുടെ മൂന്നാമത്തെ മകള് ഇവിടെ ഗാനമേള ടീമിൽ അവരോടൊപ്പം പാടുന്ന ആളാണ്. അപ്പം ഇവരുടെ ഭാവി ആണ്. മൂത്ത മകളുടെ വിവാഹം തന്നെയാണ് ഇവിടെ വെച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ വേറൊരു വീട് വെച്ച് മാറി താമസിക്കണം? അല്ലെങ്കിൽ ഇവിടെ പലതരത്തിലുള്ള രോഗികളുണ്ട് അല്ലേ? അപ്പം നമുക്ക് ഓരോ സമയത്തും ഓരോരുത്തരും എങ്ങനെ പെരുമാറുന്നതെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അപ്പം ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ടോ ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് നമ്മുടെ ഒരു പ്രൈവസി ഒക്കെ ആയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാം എന്ന് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് മാറി താമസിക്കണം തോന്നിയിട്ടില്ല. അപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാഴ്ചത്തേക്ക് മാറി താമസിക്കാം, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാമെന്നൊക്കെ ഇങ്ങനെ വെറുതെ ഒരു സംസാരം വന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഈ ബഹളവും എല്ലാവരെയും കാണാതെ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഇനി മാറി നിൽക്കാൻ പറ്റുമെന്ന് പോലും, മാറി നിൽക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പാർട്ട് ഓഫ് ദ ഫാമിലി അല്ലേ ഇവിടെ എല്ലാം. ഒരു കർത്താവ് പറയുന്ന പോലെ ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ് എല്ലാം എന്ന് പറയുന്ന പോലെയാന്ന് തോന്നുന്നു നിങ്ങൾ പോകുന്നത്. ലെറ്റസ് ശരിക്കും ഇവരെ 5 പേരടങ്ങുന്ന അല്ലെങ്കിൽ 7 പേരടങ്ങുന്ന ഒരു കുടുംബമല്ല, 480 പേരടങ്ങുന്ന ഒരു കുടുംബമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ അത്രയൊരു സ്നേഹബന്ധം അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ഇവരോട് തോന്നുന്നത് അല്ലേ? സംഗീതം, സന്തോഷം, സ്വർഗം